ഹലോ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫേർഡ് സിഗ്നൽ. അങ്ങനെ മാച്ച് റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ട്രാൻസ്ഫർ സാഗയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു നമ്പർ 6 വേണം. കസമിറോ പോയി കഴിഞ്ഞാൽ ആരായിരിക്കണം ആ നമ്പർ 6 റോൾ കൈകാര്യം ചെയ്യേണ്ട പ്ലെയർ എന്നതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിലോട്ട് സാൻഡ്രോ ടൊണാലി, എലിയറ്റ് ആൻഡേഴ്സൺ, അതേപോലെ തന്നെ ആഡം വാർട്ടൺ, സ്റ്റില്ലർ, ഇങ്ങനത്തെ കുറേ പേരുകൾ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് കണ്ണിൽപ്പെട്ടത്. അതായത് ടെലിഗ്രാഫിൻ്റെ ജെയിംസ് ടക്കർ പറഞ്ഞിട്ടുള്ള ഒരു ടിയർ 1 എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് നല്ല ഇൻഫർമേഷനൊക്കെ കിട്ടുന്ന ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ മൂപ്പര് വന്നിട്ട് പറഞ്ഞു, ചിയമീനി റയൽ മാഡ്രിഡിൻ്റെ DM, CM അല്ലെങ്കിൽ സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കുന്ന ചിയമീനിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കണ്ണിരിക്കുന്നതെന്ന്. ഇതിൽ ഞാൻ പറയുന്നത് നാളെ ചിയമീനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നല്ല, പക്ഷേ ഞാനിത് കുറേ മുമ്പ് ഇതിൽ എത്ര പേര് ആ ലൈവ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷേ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും, ചിയമീനി ഈസ് ഓർ വാസ് മൈ നമ്പർ 1 പ്രയോറിറ്റി ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അന്ന് ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ കുറേ പ്ലേയേഴ്സിനെയൊക്കെ തപ്പിപ്പിടിച്ച് നമ്മളൊരു വെബ്സൈറ്റിൽ കൊണ്ടുപോയി വിത്ത് സ്റ്റാറ്റ്സ് കമ്പയർ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞൊരു പേര് ചിയമീനിയാണ് നമുക്ക് വേണ്ട നമ്പർ 6 എന്നാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആ പേരിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചിയമീനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എൻഡ് അപ്പ് ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ പറയാൻ വരുന്നത്, റയൽ മാഡ്രിഡിൽ നിന്ന് അങ്ങനെ വലിയൊരു സോഴ്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത് വരുന്നത് കുറച്ചുകൂടി ഇംഗ്ലീഷ് മീഡിയ എന്നാണ്, വിച്ച് മീൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിൽ നിന്നാണ് ന്യൂസ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇനി മാഡ്രിഡിലുള്ള ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടോ, ചിയമീനി ഇത് അറിഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ കൂടെ തന്നെ റയൽ മാഡ്രിഡ് ഇവനെ വിൽക്കാൻ തയ്യാറാണോ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ റയൽ മാഡ്രിഡിൽ ഒരു അഴിച്ചുപണി ചിലപ്പോൾ നടന്നേക്കാം എന്നുള്ള സൂചനയൊക്കെ ഇംഗ്ലീഷ് മീഡിയയിൽ നമ്മൾ കുറച്ച് കാലം മുമ്പ് കേട്ടിരുന്നു. മേ ബി അത് ബെല്ലിങ്ങുമൊക്കെ അവിടെ കളിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ചിയമീനിയുടെ പേര് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കസമീറോനെ റയൽ മാഡ്രിഡ് വിറ്റതിന് ശേഷം കസമീറോൻ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കണ്ട പ്ലെയറാണ് ചിയമീനി അറ്റ് റയൽ മാഡ്രിഡ്. അപ്പോൾ അതേ ഒരു ഡിലേമ ഇവിടെ നടക്കുന്നുണ്ടോ, അതേ ഒരു സിനാരിയോ ഇവിടെ നടക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നൊരു വൈബ്. അതായത് കസമീറോ ഇവിടെ നിന്ന് പോകുന്നു, പകരം ചിയമീനി വരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇൻട്രസ്റ്റിംഗ് കോട്ട് കണ്ടത് ഒരാളുടെ, ഞാൻ പേര് ഞാൻ പറയുന്നില്ല, ചിയമീനി റയൽ മാഡ്രിഡിലെ ഉഗാർത്തിയാണെന്നാണ്. ഇവരൊക്കെ എന്ത് തേങ്ങയാണ് ഫുട്ബോൾ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിയമീനിനെ ഉഗാർത്തിക്കായിട്ട് കമ്പയർ ചെയ്തത്. ഞാൻ അങ്ങനത്തെ മണ്ടതനം ചെയ്യുന്നില്ല. ഞാൻ ഹൈലി റേറ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ് ചിയമീനി. 185 സെൻറ്റിമീറ്ററാണ് ഉയരം, 26 വയസ്സ്. അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്ഫർ വാല്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നത് 70 മില്യൺ മുതൽ 75 മില്യൺ വരെ ആയിരിക്കും യൂറോസ്. ഇത് യുണൈറ്റഡിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ ഈ പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുൾ ഓഫ് ചെയ്യാൻ പറ്റും. 2028 വരെ കോൺട്രാക്റ്റ് ഉള്ളത്, ഞാനവിടെ നോക്കുന്നുണ്ട്. 2028 വരെ കോൺട്രാക്റ്റ് ഉള്ളത്. പിന്നെ നിങ്ങൾക്കൂടെ സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. മൂപ്പര് സെൻറ്റർ മിഡായിട്ട് കളിക്കും, ഡിഫൻസീവ് മിഡായിട്ട് കളിക്കും, സെൻറ്റർ ബാക്കോട്ട് കളിക്കും. ഒരു വെർസറ്റൈൽ ഫുട്ബോളറാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ മൂപ്പരുടെ പ്ലെയർ ട്രേറ്റ്സ് ഞാൻ സ്ക്രീൻഷോട്ടിൽ കാണിക്കാം. അതായത് 83% ടച്ചസ് എടുക്കുന്ന പ്ലെയറാണ്, 60% ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന പ്ലെയറാണ്, 36% ഗോൾ അടിക്കുന്ന പ്ലെയറാണ്, 83% ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന പ്ലെയറാണ്, 44% ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് 92% ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്ത പ്ലെയറാണ് ചിയമീനി. കസമീറോ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഏരിയൽ ഡ്യുവൽസ് എബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ എബിലിറ്റി കവറപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ചിയമീനേക്കാട്ടും നല്ലൊരു പേര് ഇപ്പോൾ എനിക്ക് തോന്നുന്നതൊരു പ്രോപ്പർ എലീറ്റ് മിഡ്ഫീൽഡർ സെക്ഷന് കാണാനില്ല. ചിയമീനി ഇങ്ങോട്ട് വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ചിയമീനിനെ എന്തുകൊണ്ട് റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡേറ്റ വെച്ച് കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞാനിവിടെ ചുമ്മാ പറഞ്ഞിട്ട് പോകണ പോലെയോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഡേറ്റ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വിലയിരുത്താം. അപ്പം ഞാനിതിൽ 3 സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കോബി മേനു, ബ്രൂണോ ഫെർണാണ്ടസ് ആണ് നമ്മുടെ മെയിൻ മിഡ്ഫീൽഡേഴ്സ്. അതിൻ്റെ കൂടെ എലിയറ്റ് ആൻഡേഴ്സൺ വന്നാൽ എങ്ങനെ ഉണ്ടാവും, ടൊണാലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, കൂടാതെ ചിയമീനി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു മിഡ്ഫീൽഡ് ബാലൻസ് എന്നുള്ളതാണ് ഞാൻ എടുത്തു വെച്ചത്. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ടൊണാലിയാണ്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എലിയറ്റ് ആൻഡേഴ്സിനെ കാണാം. സോ എലിയറ്റ് ആൻഡേഴ്സൺ, ബ്രൂണോ ഫെർണാണ്ടസ്, കോബി മേനു കോമ്പിനേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ മിഡ്ഫീൽഡ് ബാലൻസ്. നിങ്ങളോട് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൻഡേഴ്സിന് പണി വരാൻ പോകുന്നത് പൊസിഷൻ വിൻ ചെയ്യുക എന്നുള്ളതാണ്. ഡ്യുവൽസ് ആണെങ്കിൽ തീരെ അത്ര ഒരു ബാലൻസ് എന്നൊക്കെ പറയാം, അങ്ങനെയുള്ളൂ ആൻഡേഴ്സൺ. ഇനി ഞാൻ നേരെ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ടൊണാലിൻ്റെ മാപ്പ് കാണിക്കാനാണ്, മിഡ്ഫീൽഡ് ബാലൻസ് കാണിക്കാനാണ്. ടൊണാലിയെ സത്യം പറഞ്ഞാൽ ആൻഡേഴ്സിനെക്കാട്ടും ഒരു
ലോ ആയിട്ട് കിടക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ് മിഡ്ഫീൽഡ് ബാലൻസിന് വേണ്ടിയിട്ട്. അത് നിങ്ങളിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം ടൊണാലിക്കൊന്നും പൊസഷൻ വിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല, ഡിവൽസ് അധികം വിൻ ചെയ്യുന്നുമില്ല. ഇവർ രണ്ടുപേരും നമ്മൾ നോക്കുന്നത് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചിയമീനി, മെയിനു ആൻഡ് ബ്രൂണോൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ബാലൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളിവിടെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചിയമീനി ചെയ്യുന്നത് ഡിവൽസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഫോർവേഡ് പാസസിൻ്റെ പെർസെൻറ്റേജ് വിത്ത് ഫോർവേഡ് പാസസ്. പിന്നെ പൊസിഷൻ വിൻ ചെയ്യുന്നതിലും ചിയമീനി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആൻഡ് ചാമ്പ്യൻസ് ലീഗ് പ്രൂവൺ എലീറ്റ് മിഡ്ഫീൽഡർക്ക് വേണ്ട ഒരു കേപ്പബിലിറ്റി ഞാൻ ഈ ഗ്രാഫിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആൻഡേഴ്സിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഐ വുഡ് ആക്ച്വലി ഗോ ഫോർ ചിയമീനി. ഹീ ഈസ് മൈ ഐഡിയൽ നമ്പർ 6 പ്ലെയർ. ആൻഡ് ആൻഡേഴ്സിൻ്റെ എൻ്റെ ഒരു പ്രശ്നം ആൻഡേഴ്സിനെ ഞാൻ കാണുന്നത് നമ്പർ 8 ആയിട്ടാണ്, നമ്പർ 6 ആയിട്ടല്ല. ചിയമീനി ഇസ് ലൈക്ക് എ പ്രോപ്പർ DM, ഒരു പ്രോപ്പർ നമ്പർ 6 ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് സംഭവങ്ങൾ പറയാം. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്താൻ പറഞ്ഞൊരു സംഭവം ചിയമീനി ഇഞ്ചുറി പ്രോണാണ്. ചിയമീനിക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചുറി സംഭവങ്ങൾ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 70 മില്യണൊക്കെ കൊണ്ടുവന്നാൽ അടുത്ത മേസൺ മൗണ്ടായി മാറാം എന്നൊക്കെയാണ് ആൾക്കാരുടെ പേടി. അങ്ങനെ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ 12 മാസത്തിൽ ഒരേ ഒരു ഇഞ്ചുറി മാത്രമാണ് ചിയമീനിക്ക് വന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആകെ 5 ഗെയിമാണ് ചിയമീനി കഴിഞ്ഞ 12 മാസത്തിൽ മിസ് ചെയ്തിട്ടുള്ളൂ. ഹീ ഈസ് നോട്ട് ഇഞ്ചുറി പ്രോൺ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്രാഫ് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാതും 7.5 ആ ഒരു റേറ്റിങ്ങിൻ്റെ ഇടയിലാണ് ചിയമീനി കളിക്കുന്നത്. സോ ഹീസ് എൻ എലീറ്റ് മിഡ്ഫീൽഡർ. ഞാൻ ഈ ഡേറ്റ വെച്ച് പറയാൻ കാരണം നമ്മൾ ചുമ്മാ ചിയമീനെ കുറിച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു കൺക്ലൂസീവ് എവിഡൻസ് കിട്ടില്ല. സോ ടു ക്രിയേറ്റ് കൺക്ലൂസീവ് എവിഡൻസ് വി നീഡ് ഡേറ്റ. അതുകൊണ്ടാണ് ഡേറ്റ വെച്ച് പറഞ്ഞത്. ഇനി ഞാൻ കുറച്ചും കൂടി ഇൻഡെപ്ത് ഡേറ്റ കാണിക്കാൻ പോവാണ്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചിയമീനോട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബാക്കി എന്താണെങ്കിലും താഴെ കോമൻറ്റ് ചെയ്യാം. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഞാൻ എടുത്ത ഡേറ്റ പറഞ്ഞാൽ ഞാൻ ചുമ്മാ ചിയമീനി ആൻഡ് എലിയറ്റ് ആൻഡേഴ്സിനോട് കമ്പയർ ചെയ്താണ്. തീർച്ചയായിട്ടും എലിയറ്റ് ആൻഡേഴ്സൺ ഈ സീസണിൽ അതിമനോഹരമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഹീറ്റ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ചിയമീനിയാണ് ആക്ച്വലി സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോള് ഭംഗിയായിട്ട് ആൻഡേഴ്സിനെക്കാട്ടും കൂടുതൽ ചെയ്യുന്നത്. ശരിയാണ്, ആൻഡേഴ്സനാണ് ഏറ്റവും കൂടുതൽ കളികൾ കളിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിലും അറ്റാക്കിംഗ് വൈസിൽ നോക്കുകയാണെങ്കിലും ആൻഡേഴ്സനാണ് ബെറ്റർ ദാൻ ചിയമീനി. പക്ഷേ ഡിഫെൻസീവ് കേപ്പബിലിറ്റിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് കാണാൻ പറ്റും ഇൻ്റർസെപ്ഷൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ക്ലിയറൻസസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചിയമീനി ഈസ് വേ ബെറ്റർ ദാൻ എലിയറ്റ് ആൻഡേഴ്സൺ. നേരെ മറിച്ച് സക്സസ്ഫുൾ ഡ്രിബിൾസും അതിൻ്റെ കൂടെ തന്നെ ഗ്രൗണ്ട് ഡ്യുവൽസ് നോക്കുകയാണെങ്കിൽ എലിയറ്റ് ആൻഡേഴ്സനാണ് മുമ്പിൽ. പക്ഷേ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ചിയമീനിയാണ്. അതിന് കൂടെ തന്നെ എലിയറ്റ് ആൻഡേഴ്സൺ ഓൾമോസ്റ്റ് 18 പ്രാവശ്യം പെർ ഗെയിമിൽ പൊസഷൻ ലൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിയമീനി 6 പ്രാവശ്യം മാത്രമാണ് പൊസഷൻ ലൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം കാരിക്കിനെ പോലത്തെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് മാനേജറുടെ അടുത്ത് ആൻഡേഴ്സൺ വന്നു കഴിഞ്ഞാൽ പൊസഷൻ ലൂസ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ ടെൻഡൻസി യുണൈറ്റഡ് ഫാൻസ് ഫ്രസ്ട്രേറ്റഡ് ആവും. മീഡിയ വിൽ ബി പൈലിംഗ് അപ്പോൺ ആൻഡേഴ്സൺ. അതിന് ഫോം ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് പ്ലെയറിലെ ചിയമീനിക്ക് ബോൾ ലൂസ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ബോൾ കഴിഞ്ഞ് ലൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഹീ വിൽ ബിക്കം എ കൺട്രോളർ ഇൻ ദ മിഡ്ഫീൽഡ്. അല്ലെങ്കിൽ കാരിക്കിന് കുറച്ചും കൂടിയും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന, കാരിക്കിന് കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡറായിട്ട് ഈ ചിയമീനിക്ക് മാറാൻ പറ്റും. അതാണ് ഞാൻ ഈ പൊസഷൻ ലൂസിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഇതേ സംഭവം തന്നെ ഞാൻ ജസ്റ്റ് നമ്മളായിട്ട് ലിങ്കായ വേറൊരു പ്ലെയറാണ് ടൊണാലി. അപ്പോൾ ടൊണാലിയായിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. തീർച്ചയായിട്ടും ആൻഡേഴ്സിനെക്കാട്ടും കുറവാണ് ടൊണാലിയുടെ ഇരിക്കുന്നത്. പക്ഷേ എഗെയിൻ നിങ്ങളോട് കാണാൻ പറ്റും ടൊണാലി ഒരു നമ്പർ 6 വരെ നമ്പർ 8 ആയിട്ടാണ് നമ്മൾ ഹീറ്റ് മാപ്പിൽ കാണുന്നത്. തീർച്ചയായിട്ടും ചിയമീനിയുടെ ഹീറ്റ് മാപ്പ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഒരു സെൻട്രൽ സോണാണ് ചിയമീനി ഓപ്പറേറ്റ് ചെയ്യാറ്. ടൊണാലിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഗെയിം ചിയമീനി കളിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗോൾസ് കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിലും ചിയമീനിക്കാണ് കൂടുതൽ. അസിസ്റ്റ് കോൺട്രിബ്യൂഷനിലും പാസസും കാര്യങ്ങളൊക്കെ ശരിയാണ്, ലോങ് ബോൾസും കാര്യങ്ങളൊക്കെ ടൊണാലിയാണ്. പക്ഷേ ഡിഫെൻസീവ് കേപ്പബിലിറ്റി കംപ്ലീറ്റ്ലി ചിയമീനിയുടെ കയ്യിലാണ്. ടൊണാലിക്ക് ഒരു സ്പേസ് പോലും കൊടുക്കാൻ പറ്റാതെ ചിയമീനി ഡിഫെൻസീവ് കേപ്പബിലിറ്റി എടുത്തിട്ടുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ ഗ്രൗണ്ട് ഡ്യുവൽസ് ആണെങ്കിലും ഏരിയൽ ഡ്യുവൽസ് ആണെങ്കിലും ചിയമീനി ആണ് മുമ്പിൽ. പിന്നെ പൊസഷൻ ലൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ചിയമീനി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ നോട്ട് ടു ലൂസ് ദ ബോൾ. അപ്പോൾ ഇതാണ് ഞാൻ ആൻഡേഴ്സണായിട്ടും ടൊണാലിയായിട്ടും കമ്പയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനത്തെ ടൈപ്പ് മിഡ്ഫീൽഡറാണ് ചിയമീനി, ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്കാവാൻ പോകുന്നത്, ആ കോബി മേനു ബ്രൂണോ ഫെർണാണ്ടസ് ബാലൻസിൽ അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷനിൽ എങ്ങനെ നമുക്ക് ചിയമീനിനെ ആഡ് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡ് ബാലൻസ് കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ ഡേറ്റ വെച്ച് വിത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിച്ചു തന്നാണ്. ഐ റിയലി വിഷ് ചിയമീനി ഇവിടെ വരുന്നുള്ളത്. കാരണം നമുക്ക് വേണ്ട ഒരു പ്ലെയർ ചിയമീനിയാണ്. ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ് മൈ ഐഡിയൽ നമ്പർ 6 പ്ലെയർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ ഫോർ ദ മിഡ്ഫീൽഡേഴ്സ് ഈ ചിയമീനിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്.
റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പാസമുണ്ട്, ഒരു അണ്ണന്തമ്പി പാസമുണ്ട്. അത് വെച്ചുകൊണ്ട് ഐ ഹോപ്പ് വി ക്യാൻ ബ്രിങ് ചിയമീനി. ഇനി റയൽ വിക്കോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്യാം. വിൽക്കായിക്കൊന്നുമില്ല, കാരണം എല്ലാ പ്ലേയേഴ്സിനും ലോകത്തൊരു വാല്യൂ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ക്ലബ്ബും ഏത് പ്ലെയറിനും വിൽക്കും. സ്വാഭാവികമായിട്ടും ചില പ്ലെയറിനാരും കൊടുക്കില്ല, പക്ഷെ എന്നാലും എല്ലാ പ്ലെയറിൻ്റെ വാല്യൂ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സ്റ്റാറ്റ്സ് വൈസ് കാണിച്ചതിൽ നിങ്ങൾ കൂടുതലും എന്താ പറയുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയെന്ന് വിചാരിക്കുന്നു. കാരണം സ്റ്റാറ്റ്സ് വെച്ച് കാണിക്കണം എന്ന് ആഗ്രഹിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം ഞാൻ കണ്ടൊരു എന്നെ ശരിക്കും നിരാശപ്പെടുത്തിയൊരു കോമൻ്റ് ആയിരുന്നു ഒരാളിട്ടത്, ചിയമീനി ഈസ് ലൈക്ക് ഉഗാർത്തി എന്നുള്ളത്. അതൊക്കെ ആരെങ്കിലും എഗ്രി ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സോ ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, പുതിയ ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ പീപ്പിൾസ്. ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ്. ചിയമീനി കം ടു മാൻ യുണൈറ്റഡ്.